ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗാണ് ഗൈസ്. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് പഠിക്കാനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലാതെ സ്കൂളുള്ള ദിവസം മൺഡേ ട്യൂസ്ഡേ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ടൈം കുറവായിരിക്കും. അതായത് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡായി, അതുപോലെ തന്നെ പഠിക്കാമെന്ന് വിചാരിക്കും, ബട്ട് നടക്കില്ല. ആ ഒരു സിറ്റുവേഷനാണ് എന്നിൽ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സൺഡേ സാറ്റർഡേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ വെൽക്കം ടു അവർ വീഡിയോ. ആൻഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മൺഡേ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റർ വൈസ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വീക്കിലെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. ആൻഡ് ചാലഞ്ചസ് ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എയിം എന്ന് പറയുന്നത് എന്തായാലും ഫിസിക്സിലെ ചാപ്റ്റർ 1 ആണ്. അപ്പോൾ ടു ഡു എഴുതിയപ്പോൾ ഞാൻ ഈ വീക്കിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഒരു ഡേ അല്ല, ഒരു വീക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ടു ഡൂയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൽ മാക്സിമം ഇന്ന് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആൻഡ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്കലി ഈസി ആണെന്ന് തോന്നുന്നു. അതായത് പഠിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ഇനി എക്സാംസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ ചാപ്റ്റർ എത്രമാത്രം പഠിച്ചു എന്നത് സ്വന്തമായിട്ട് വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പഠിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആൻഡ് ഓൾ PYQ ക്വസ്റ്റ്യൻസും അതുപോലെ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. പിന്നെയാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ജസ്റ്റ് ഒന്ന് മെസ്സായത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം ചെയ്യുന്ന ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. അതുകൊണ്ട് പഠിക്കുന്നതിന് മുമ്പ് ചെയ്യാനായിട്ട് നോക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചാലഞ്ചസും അതുപോലെ തന്നെ സ്റ്റഡി ചാലഞ്ച്, സ്റ്റഡി വിത്ത് മീ അതുപോലത്തുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും തന്നെ മറക്കണ്ട. ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസും NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി എത്രമാത്രം ആപ്ലിക്കബിൾ ആവുമെന്ന് അറിയത്തില്ല. ആൻഡ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.